ഓയിലൊന്നും ചേർക്കാതെ പ്രഷർ കുക്കറിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ആദ്യം പ്രഷർ കുക്കറിൽ 3 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് തൊലിയോട് കൂടിയ ചിക്കൻ പ്രഷർ കുക്കറിലാക്കി 3 വിസിൽ കേൾപ്പിക്കണം. ഒരു ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി. അത് കഴിഞ്ഞ് ഒരു പാനിലേക്ക് ചേർത്ത് ആ വെള്ളം വറ്റുന്നത് വരെ ഇതുപോലെ കോരി ഒഴിച്ച് കൊടുത്ത് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ലേശം ഈ ബട്ടർ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ, എണ്ണയായിട്ട് വേറെ ഒരു എണ്ണയും ചേർക്കുന്നില്ല. ഇത്രയും ബട്ടറേ ചേർക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം കോഴിയുടെ നെയ്യാണ്. അതുകൊണ്ട് ഇത് ഹെൽത്തിയാണ്. അപ്പോൾ വേറെ എണ്ണയൊന്നും ചേർക്കാതെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈ വെള്ളവും എണ്ണയും തീരുന്നത് വരെ വറ്റിച്ചെടുക്കണം. എത്രയും നല്ലതുപോലെ വറ്റിച്ച് എടുത്തതിന് ശേഷം ഇത് കോരി ഒഴിച്ച് കൊടുത്ത് അത്രയും ആ ചിക്കൻ വെന്ത വെള്ളമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് കുറച്ച് ക്രഷ് ചെയ്ത പെപ്പർ ചേർത്ത് കൊടുക്കുക. അതും കഴിഞ്ഞ് വീണ്ടും ആ വെള്ളവും ഓയിലും കൂടെ അതിൻ്റെ പുറത്തൊഴിച്ച് വേവിച്ചെടുക്കുക. ആ വെള്ളം തീരുന്നത് വരെ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് വെള്ളമൊഴിച്ച് ഇതിപ്പോൾ ഇന്ന് കഴിക്കാൻ പോവുകയാണ്. കഴിക്കാൻ ഹുമൂസും അതിൻ്റെ കൂടെ സലാഡും പിന്നെ കുബൂസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ ബാക്കി വരുന്ന ചിക്കൻ തലേ ദിവസം അടുത്ത ദിവസം അതിനെ നമുക്ക് ഇത് സാൻഡ്വിച്ചാക്കാം. ആ ചിക്കൻ നേരെ ഫ്രൈ പാനിലിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിൽ വേറെ എണ്ണയൊന്നും ഒഴിക്കില്ല, അതിനെ തന്നെ ഫ്രൈ ആക്കി എടുത്ത് വേറെ തക്കാളിയും ഇതെല്ലാം ഇട്ടിട്ട് അതും ബാക്കിയെല്ലാം ഇട്ട് ചുരുട്ടി അതിനെ ഒന്ന് ആവി കയറ്റി നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ആക്കി സാൻഡ്വിച്ചായി കിട്ടും. ഇത് ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഇതിൽ വേറെ ക്രീമൊന്നും ഒഴിക്കുന്നില്ല, വേറെ കച്ചമ്പറ ഒന്നും ഒഴിക്കുന്നില്ല. ടൊമാറ്റോ പേസ്റ്റ്, വേറെ മയോണൈസ് അതൊന്നും ഒഴിക്കുന്നില്ല. വെറും ചിക്കനും തക്കാളിയും കുക്കുംബറും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സലാഡുമായി ചിക്കൻ ഫുൾ ചിക്കൻ ഷവായി എന്ത് വേണോ പറയാം. ഇത് കഴിവതും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ഗുഡ് ബൈ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ എല്ലാം അറിയിക്കണം. ഓക്കെ.